ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെ ഇന്ത്യൻ വിപണികളിലെല്ലാം വലിയ സെൽ ഓഫാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരു സമയം വരെ ഏറെക്കുറെ ഒരു പോസിറ്റിവിറ്റി കാണിച്ചിരുന്ന നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും എല്ലാം വലിയ ഇടിവിലേക്കാണ് പിന്നീട് പോയത്. ബാങ്ക് നിഫ്റ്റി 1.3%, മിഡ് ക്യാപ്പ് 1% മുകളിലും ഇന്നലെ ഇടിഞ്ഞു. ഇന്നലത്തെ ഇടിവിൻ്റെ കാരണങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നലെ ഏഷ്യൻ വിപണിയിൽ ഇടിഞ്ഞ കോസ്പി മാർക്കറ്റിലേക്ക് നമുക്ക് എത്തേണ്ടി വരും. നമ്മൾ പറഞ്ഞതുപോലെ ഇന്നലെ നിഫ്റ്റിയൊക്കെ ചെറിയ പോസിറ്റിവിറ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആ ഒരു സമയത്താണ് ഇന്ത്യൻ വിപണിയിലേക്ക് ആ ഒരു വലിയ ഞെട്ടിക്കുന്ന വാർത്ത എത്തിയത്. കോസ്പി സൂചിക ഏകദേശം 8% വലിയ ഒരു കൂപ്പുകുത്തലിലേക്ക് പോയിരിക്കുന്നു. ചിപ്പ് നിർമ്മാണ മേഖലയിലെ അമിതമായ കുതിപ്പ് നിയന്ത്രിക്കാൻ അധികൃതർ നൽകിയ ചില മുന്നറിയിപ്പുകളായിരുന്നു വില്ലനായത്. കോസ്പി വിപണിയിൽ പരിഭ്രാന്തി വന്നതോടെ 20 മിനിറ്റോളം ട്രേഡിംഗ് നിർത്തിവെക്കേണ്ടിയും വന്നു. ചൊവ്വാഴ്ച വ്യാപാരം അവസാനിക്കുമ്പോഴേക്കും ആ തകർച്ച ഏകദേശം 10%-ലെത്തി. കഴിഞ്ഞ 3 മാസത്തിനിടയിലെ ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു വീഴ്ച കൂടിയായിരുന്നു ഇത്. ചിപ്പ് സ്റ്റോക്കുകളിലുണ്ടായ ആ ഒരു വിൽപ്പന സമ്മർദ്ദം മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിലും കാണാൻ കഴിഞ്ഞു. ജപ്പാൻ മാർക്കറ്റ് നിക്കി 3.5% മുകളിൽ ഇടിഞ്ഞു. ചൈനീസ് മാർക്കറ്റ് ഷാങ്ഹായ് 1.37% ഇടിവുമുണ്ടാക്കി. പിന്നീട് ഓപ്പൺ ചെയ്ത US വിപണികളിലും ആ ഒരു കനത്ത വിൽപ്പന സമ്മർദ്ദം കാണാമായിരുന്നു. പ്രത്യേകിച്ച് ചിപ്പ് സ്റ്റോക്കുകളിലും കൂടാതെ സെമി കണ്ടക്ടർ സ്റ്റോക്കുകളിലും വലിയ തോതിൽ തന്നെ ഇടിയുകയുണ്ടായി. ഇന്നലെ US കൂടുതൽ നഷ്ടമുണ്ടാക്കിയത് നാസ്ഡാക്ക് ആയിരുന്നു. 2.21% ഇടിഞ്ഞു. S&P 500 1.5% ഇടിഞ്ഞു. ഡൗ ജോൺസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. എന്നിരുന്നാലും റെഡിൽ തന്നെയായിരുന്നു. ഇപ്പോൾ US മാർക്കറ്റുകളും ഇന്നലെ ഇടിയാനുണ്ടായ പ്രധാനപ്പെട്ട കാരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം AI മേഖലയിലേക്കുള്ള കടം വാങ്ങിയുള്ള വൻ നിക്ഷേപങ്ങളും സെമി കണ്ടക്ടർ ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ചെലവുകളും ഭാവിയിൽ പ്രതീക്ഷിച്ച വരുമാനം നൽകുമോ എന്ന സംശയം നിക്ഷേപകരിൽ ശക്തമാണ്. ഇതിനെ തുടർന്ന് ഇന്നലെ അവിടെ ഇടിഞ്ഞ പ്രധാനപ്പെട്ട ഓഹരികൾ നോക്കുകയാണെങ്കിൽ എൻവിദിയ 4.1% ഇടിവും, ആൽഫബറ്റ് 1%, ഇന്റൽ 5.8%, മാർവൽ ടെക്നോളജി 9.4%, AMD 9.4% ഇടിവാണ് ഇന്നലെ ഉണ്ടാക്കിയത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളും പോസിറ്റീവിലായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇൻഫോസിസ് 0.18% നേട്ടമുണ്ടാക്കി. വിപ്രോ 2.23% ഉയർന്നു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.74% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 0.28% ഇടിഞ്ഞത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ആണ് നല്ല പെർഫോമൻസ് നടത്തിയത്. 2.8% ഉയർന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ചെറിയ റിക്കവറി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ 10%-അടുത്ത് ഇടിഞ്ഞ കോസ്പി മാർക്കറ്റിൽ ഇന്ന് 4% നേട്ടം കാണാനുണ്ട്. ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇടിവിലാണ്. 0.5% ഇടിവിൽ ട്രേഡ് ചെയ്യും. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 23,860 എന്ന നിലയിലാണ്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടിനാണ് ഇന്നും ഇന്ത്യൻ വിപണിയിൽ ഒരു സാധ്യത കാണുന്നത്. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ നടക്കുന്നത്, US ട്രേഡ് പ്രതിനിധി ജാമിസൺ ഗ്രീറിന്റെ ഇന്ത്യൻ സന്ദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിനെയും ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെയും ഡൽഹിയിൽ കണ്ടു. ഇന്ത്യ US ബൈലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റ് BTA സംബന്ധിച്ച് നിർണായക ചർച്ചകൾ നടന്നു. ഗ്രീർ ബുധനാഴ്ചയും കൂടുതൽ കൂടിക്കാഴ്ചകൾ നടത്തും. കൂടാതെ അമേരിക്കയുടെ സെക്ഷൻ 301 ഈ ട്രേഡ് ടോക്സിൽ ഒരു ചർച്ചയാകുന്നുണ്ട്. ഈ സെക്ഷൻ 301 എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയുടെ വ്യാപാരത്തിന് ന്യായമായി അല്ലെങ്കിൽ വിവേചനപരമായി നയങ്ങൾ മറ്റൊരു രാജ്യം സ്വീകരിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിനെതിരെ സെക്ഷൻ 301 ചുമത്താനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ഈ സെക്ഷൻ 301 ഇന്ത്യക്കും ബാധകമാണ്. ആ 301 സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യാപാര ചർച്ചയും നടക്കുകയുണ്ടായി. ഈ കരാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജൂലൈ 24 മുൻപ് കരാർ പൂർത്തിയാക്കുക എന്നതാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. അതിനുശേഷം അമേരിക്കയുടെ താൽക്കാലിക 10% ഇറക്കുമതി തീരുവ കാലാവധി അവസാനിക്കും. കരാറിൻ്റെ ഏകദേശം 99% ചർച്ചകളും പൂർത്തിയായി എന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ നടക്കുന്നത് ഒരു ഫൈനൽ ടച്ച് മാത്രമായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഏതായാലും മാർക്കറ്റിന് ഇത്തരത്തിലുള്ള ഈ ഒരു ഡീൽ സംബന്ധിച്ചിട്ടുള്ള ഒരു പോസിറ്റീവ് വാർത്ത വരുമ്പോൾ അത് ഒരു വലിയ പിന്തുണ തന്നെ ആവാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കരാർ പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ നമ്മൾ പ്രത്യേകം പറയുന്നത് പോലെ തന്നെ IT, ഫാർമ, ടെക്സ്റ്റൈൽ, ഓട്ടോ കോമ്പണൻസ്, കെമിക്കൽസ് തുടങ്ങിയ മേഖലകൾ പ്രത്യേകം ഫോക്കസിൽ വെക്കേണ്ടതുണ്ട്. അടുത്തതായി ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇത്തവണ മഴ വളരെ കുറവാകും എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരുന്നത്. അത്തരത്തിൽ രാജ്യത്ത് 315-ലധികം മഴക്കുറവ് സാധ്യതയുള്ള ജില്ലകൾക്കായി കേന്ദ്ര സർക്കാർ അടിയന്തര കണ്ടിജൻസി പദ്ധതി തയ്യാറാക്കി. ഇതുവരെ ലഭിച്ച തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ
സാധാരണയേക്കാൾ ഏകദേശം 43% കുറവാണ്. ജൂലൈ 2 വരെ മഴ ദുർബലമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതുമൂലം ഖാരിഫ് വിളകളെ സംരക്ഷിക്കാനും കർഷകരുടെ നഷ്ടം കുറയ്ക്കാനുമാണ് സർക്കാർ പ്രത്യേക പദ്ധതികൾ ഒരുക്കുന്നത്. ഏതായാലും ഇതിൽ നിന്ന് പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുള്ളത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടറിലുള്ള കമ്പനികൾക്ക് തന്നെയാണ്. ഇനി ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം US-ൽ നിന്നും ന്യൂ ഹോം സെയിൽസ് ഡാറ്റ പുറത്തു വരുന്നുണ്ട്. കൂടാതെ ക്രൂഡ് ഓയിൽ ഇൻവെൻറ്ററി ഡാറ്റ. ഇപ്പോൾ യുദ്ധമൊക്കെ ഏകദേശം അവസാനിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ കരുതൽ ശേഖരത്തിൻ്റെ കണക്കുകൾ പുറത്തു വരുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, കടുത്ത സാമ്പത്തിക മാന്ദ്യമോ പ്രതിസന്ധിയോ ഉണ്ടായാൽ അതിനെ അതിജീവിക്കാൻ ബാങ്കുകൾക്ക് എത്രത്തോളം മൂലധന ശേഷി ഉണ്ടെന്ന് പരിശോധിക്കുന്ന ബാങ്ക് സ്ട്രെസ് ടെസ്റ്റിൻ്റെ റിസൾട്ട് ഇന്ന് പുറത്തു വരുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പ്രത്യേകം പറയണം. ഇതുകൂടാതെ US-ൽ നിന്നും എൻവിഡിയയുടെ വാർഷിക പൊതുയോഗം AGM ഇന്നാണ് നടക്കുന്നത്. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബജാജ് ഓട്ടോയുടെ ഷെയർ ബൈബാക്ക് ഡേറ്റ് ഇന്നാണ്. കൂടാതെ ZF കൊമേഴ്ഷ്യൽ വെഹിക്കിൾ 5:1 എന്ന രീതിയിൽ ബോണസ് ഇഷ്യൂ ചെയ്യുന്ന തീയതിയും ഇന്നാണ്. ഇതുകൂടാതെ ഇക്വിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇന്ന് ബോർഡ് മീറ്റിംഗ് ചേരും. ഫണ്ട് റൈസ് ആണ് പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരുന്നത്. മറ്റ് അസറ്റ് ക്ലാസുകളിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ 2% ഇടിവിൽ $62,000 ട്രേഡ് ചെയ്യുന്നു. ഗോൾഡ് പ്രൈസ് 1% ഇടിവിലാണ് ഇന്നിപ്പോൾ. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെയും നല്ല രീതിയിൽ തന്നെ ഇടിഞ്ഞിട്ടുണ്ട്. ഇന്നലെ 1,06,040 എന്ന നിലയിലാണ് പവന് ഗോൾഡ് പ്രൈസ് ആയിട്ടുണ്ടായിരുന്നത്. ഓയിൽ പ്രൈസുകളിലും ഇന്ന് ഇടിവ് തന്നെയാണ്. 1% ഇടിവിൽ $76 പെർ ബാരൽ എന്ന നിലയിൽ ട്രേഡ് ചെയ്യുന്നു. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെ ബൈയിങ്ങിലായിരുന്നു. 18 കോടി രൂപയ്ക്കാണ് ഇന്നലെ ബൈ ചെയ്തത്. DIS ആവട്ടെ 680 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി സ്റ്റോക്കുകളുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ചില വാർത്തകൾ നോക്കാം. ആദ്യം IRFC എന്ന സ്റ്റോക്കാണ്. സർക്കാർ ഇന്നും നാളെയും 2% ഓഹരി OFS വഴി വിൽക്കും. കൂടാതെ 1% ഗ്രീൻ ഷൂ ഓഫർ വഴിയും ഓപ്ഷൻ വഴിയും വിൽക്കാൻ സാധ്യതയുണ്ട്. ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത് 91 രൂപയാണ്. അടുത്ത് ഹൊനാസ കൺസ്യൂമർ എന്ന കമ്പനിയാണ്. ന്യൂട്രാസ്യൂട്ടിക്കൽസ് രംഗത്തേക്ക് പ്രവേശനം. ഫ്ലൂവൻസ് ഫാർമയിൽ 58% ഓഹരി സ്വന്തമാക്കി. അടുത്ത് റാഷി പെരിഫറൽസ് എന്ന കമ്പനിയാണ്. വീഡിയോ ഇൻഫോ സൊല്യൂഷൻസിൽ 67% ഓഹരി 368.5 കോടി രൂപയ്ക്ക് ഏറ്റെടുക്കും. 2029ഓടെ 100% ഓഹരികൾ ഏറ്റെടുക്കൽ പൂർത്തീകരിക്കും. അടുത്ത സിറ്റി യൂണിയൻ ബാങ്കാണ്. കമ്പനിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഓഗസ്റ്റ് 14 നടക്കും. ഡിവിഡൻഡ് റെക്കോർഡ് തീയതി ജൂലൈ 31. കൂടാതെ 500 കോടി രൂപയുടെ QIP വഴി ഫണ്ട് സമാഹരണവും കമ്പനി ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്തതായി യെസ് ബാങ്ക് ആണ്. ജൂലൈ 29 ബോർഡ് യോഗം ചേരും. ഓഹരികളും കടപ്പത്രങ്ങളും വഴി ഫണ്ട് സമാഹരണം കമ്പനി പരിഗണിക്കും. അടുത്ത SIS എന്ന കമ്പനിയാണ്. ജൂൺ 29 ബോർഡ് യോഗം ചേരും. ഷെയർ ബൈബാക്ക് നിർദ്ദേശം കമ്പനി പരിഗണിക്കും. അടുത്തത് മാജിക്ക വേൾഡ് എൻ്റർടൈൻമെൻറ്റ് എന്ന കമ്പനിയാണ്. ജൂൺ 26 മുതൽ വാട്ടർ പാർക്ക് വീണ്ടും തുറക്കും. മഴ കാരണം ഏകദേശം 50 ലക്ഷം വരുമാന നഷ്ടമാണ് കമ്പനി കണക്കാക്കുന്നത്. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് കെയ്ൻസ് ടെക്നോളജി ഇന്ത്യ എന്ന കമ്പനിയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചില വാർത്തകളായിട്ട് പറയാനുള്ളത്. ഇനി ആർക്കെങ്കിലും കൂടുതലായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ബിഗിനേഴ്സിന് മുതൽ പഠിച്ചു പോകാൻ കഴിയുന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബിഗിനേഴ്സിനായിട്ടുള്ള ബേസിക് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ചാർട്ട് അനാലിസിസ്, OI അനാലിസിസ്, കൂടാതെ വിവിധ തരത്തിലുള്ള ഓപ്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ സ്ട്രാറ്റജീസ് അടക്കമുള്ള പ്രത്യേകമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലുള്ള ഈ ഒരു കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് നമ്മളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിലാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു.